എല്ലാ ലോകകപ്പിലും കളിച്ച ഒരേയൊരു ടീമാണ് ബ്രസീൽ. ഏറ്റവും കൂടുതൽ തവണ 5 തവണകളിലായി ലോകകപ്പ് ഉയർത്തിയ ടീമും ബ്രസീലാണ്. എന്നാൽ കഴിഞ്ഞ 24 വർഷമായി ബ്രസീലിന് ഒരു ലോകകപ്പ് കിരീടം സ്വന്തമാക്കാനായിട്ടില്ല. എങ്കിലും 70-ൽ ലോകകപ്പ് കിരീടം ചൂടിയ ബ്രസീൽ പിന്നീട് ഒരു കപ്പ് നേടുന്നത് 24 വർഷത്തിന് ശേഷം 1994-ലായിരുന്നു. അതും അമേരിക്കയിൽ വെച്ചായിരുന്നു ആ കിരീടധാരണം. ബ്രസീലിന്റെ ആത്മവിശ്വാസത്തെ വാനോളം ഉയർത്തുന്നത് ഈ ചരിത്രമാണ്. പുലർച്ചെ 3:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയുമായുള്ള ബ്രസീലിന്റെ ആദ്യ മത്സരം ഏറെ നിർണായകമാണ്. 2026 ജൂണിൽ പ്രസിദ്ധീകരിച്ച ലോക റാങ്കിങ്ങിൽ അടുത്തടുത്ത സ്ഥാനക്കാരാണ് ബ്രസീലും മൊറോക്കോയും. ബ്രസീൽ 6-മതെങ്കിൽ മൊറോക്കോ 7-മത്. കഴിഞ്ഞ ലോകകപ്പിലെ സെമിഫൈനലിസ്റ്റുകൾ കൂടിയാണ് മൊറോക്കോ. അത്ര പെട്ടെന്നൊന്നും മൊറോക്കോയെ എഴുതിത്തള്ളാനാവില്ല. ബ്രസീലിനെ അട്ടിമറിക്കാനുള്ള ശേഷി മൊറോക്കോയ്ക്ക് ഇപ്പോഴുമുണ്ട്. ആദ്യമായി ഒരു വിദേശ പരിശീലകരെ പരീക്ഷിക്കുന്ന ബ്രസീൽ ലക്ഷ്യം വയ്ക്കുന്നതും മികച്ച തുടക്കമാണ്. കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ ബ്രസീൽ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നതാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നത്. സന്നാഹ മത്സരങ്ങളിൽ പനാമയെയും ഈജിപ്തിനെയും തകർത്തതിന്റെ ആത്മവിശ്വാസവുമായാണ് മഞ്ഞപ്പട ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാൻ എത്തുന്നത്. സൂപ്പർ താരം നെയ്മറിന്റെ പരിക്കാണ് ബ്രസീലിന്റെ പ്രധാന ആശങ്ക. നെയ്മറിന്റെ അഭാവത്തിലും തിളങ്ങാൻ കഴിയുന്ന ഒരുപിടി താരങ്ങൾ ബ്രസീലിന് സ്വന്തമായുണ്ട്. വിനീഷ്യസ് ജൂനിയർ, റാഫീഞ്ഞ, എൻട്രിക് എന്നിവരുടെ സാന്നിധ്യമാണ് മുന്നേറ്റ നിരയുടെ കരുത്ത്. കാസമിറോ, ലൂക്കാസ്, പക്വേറ്റ എന്നിവർ ഉൾപ്പെടുന്ന മധ്യനിരയും മാർക്കിഞ്ഞോസ് നയിക്കുന്ന പ്രതിരോധവും ബ്രസീലിന്റെ കരുത്താണ്. എന്നാൽ സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നത് ബ്രസീലിന്റെ ദൗർബല്യമായി മുഴച്ചു നിൽക്കുന്നു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ബ്രസീലിന് കുതിക്കാനാകുമോ എന്നതിന്റെ സൂചന ആദ്യ മത്സരം തന്നെ സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം.